ബീഹാർ വോട്ടർ പട്ടികയിലും വോട്ട് മോഷണാരോപണത്തിലും പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമായിരുന്നു. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും നിരവധി തവണയാണ് തടസ്സപ്പെട്ടത്. രാജ്യസഭയിൽ ഖനി ധാതു ഭേദഗതി ബിൽ ശബ്ദ വോട്ടോടെ പാസാക്കിയെടുത്തു. സംസ്ഥാനത്തിന്റെ അവകാശങ്ങൾ കവരുന്ന കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തിൽ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP ശക്തമായ പ്രതിഷേധവും ആശങ്കയും രേഖപ്പെടുത്തി. SIR വോട്ട് ചോരി വിഷയങ്ങൾ പൂർണ്ണമായും വർഷകാല സമ്മേളനത്തെ സ്തംഭിപ്പിക്കുകയാണ്. പാർലമെന്റ് കവാടത്തിന് മുന്നിൽ ഇന്നും പ്രതിപക്ഷ ഇന്ത്യ സഖ്യം മുദ്രാവാക്യം വിളിച്ചും പ്ലക്കാർഡുകൾ ഉയർത്തിയും പ്രതിഷേധിച്ചു. ഇരുസഭകളിലും ചട്ടം 267 പ്രകാരം അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയെങ്കിലും സഭാധ്യക്ഷന്മാർ പതിവ് പോലെ അനുവദിച്ചില്ല. തുടർന്ന് ലോക്സഭയും രാജ്യസഭയും നിരവധി തവണ തടസ്സപ്പെട്ടു. लोकतंत्र संविधान हम सब कुछ बचे तो SIR होना चाहिए. പ്രതിപക്ഷ പ്രതിഷേധത്തിനിടയിലും സുപ്രധാനമായ ഖനി ധാതു ഭേദഗതി ബിൽ രാജ്യസഭ ശബ്ദ വോട്ടോടെ പാസാക്കി. ഖനിമന്ത്രി G. കിഷൻ റെഡ്ഡി ബിൽ അവതരിപ്പിക്കുമ്പോൾ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP ശക്തമായ എതിർപ്പ് ഉന്നയിച്ചു. സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്നതാണ് ബില്ലെന്നും സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്നും ആവശ്യപ്പെട്ടെങ്കിലും ചെയർ നിരസിച്ചു. The ministry is introducing a bill which is trampling on the rights of the states. They are consistently usurping into the powers of the state government. And I have moved a motion saying that this bill should be referred to a select committee. Sir, it's a serious bill which has got far-reaching repercussions. Please, no. അതിനിടെ ബീഹാറിലെ സസാറാമിൽ ആരംഭിച്ച വോട്ട് അധികാരയാത്ര പുരോഗമിക്കുകയാണ്. 38 ജില്ലകളിലായി 1300 കിലോമീറ്റർ പര്യടനം നടത്തുന്ന വോട്ടവകാശ യാത്ര സെപ്റ്റംബർ 1 പട്നയിൽ മഹാറാലിയോടെ സമാപിക്കും. കൈരളി ന്യൂസ്, ദില്ലി.